ഹായ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണും. രണ്ട് കന്യാസ്ത്രീമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞു കാണും. എന്താണ് കാരണം? രണ്ട് വകുപ്പിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒന്ന് മനുഷ്യക്കടത്തും, രണ്ട് നമ്മൾ പറയുന്ന പോലെ മതപരിവർത്തനം നടത്തി എന്നുള്ള രണ്ട് കേസുകളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കന്യാസ്ത്രീമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ആളുകളാണ്. നമുക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എന്താ പറയുക, ഓരോ വീട് തോറും കയറി ഇറങ്ങി, അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവർക്ക് അറിവ് പകരാനും, ഓരോ സ്ഥാപനങ്ങളുടെ തലപ്പത്തും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തും, അല്ലെങ്കിൽ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരെ കാണാനായിട്ട് വീടുകളിൽ ചെല്ലുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് കന്യാസ്ത്രീമാർ ഇന്ന് ഈ ലോകത്തുണ്ട്. നമുക്കറിയാം, മിഷണറി സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സിസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. എനിക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ വീടുകളിൽ വയ്യാതിരിക്കുന്ന ആൾക്കാരെ വീടുകളിൽ പോയി ശുശ്രൂഷിക്കുന്ന, അത് പുഴുവരിച്ച് കിടക്കുന്ന ആൾക്കാരെ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഓരോ മനുഷ്യരെയൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സിന് എത്ര പേർക്കറിയാം? ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്ന ഒരുപാട് ത്യാഗമാണ്. കാരണം കണ്ടാൽ അറപ്പുളവാകുന്ന രീതിയിലുള്ള ആളുകളെ പോലും ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മദർ തെരേസയുടെ കാര്യം തന്നെ അറിയാം. മദർ തെരേസ എന്താണ് ചെയ്തിരുന്നത്? ഒരുപാട് കുഷ്ഠരോഗം പിടിച്ചിരുന്ന ആൾക്കാരെ വരെ ആരും എടുക്കാൻ അറയ്ക്കുന്ന ആൾക്കാരെ വരെ എടുത്ത് ശുശ്രൂഷിച്ച് ഭേദമാക്കി വിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം കന്യാസ്ത്രീമാർ അവരുടെ ജീവിതം തന്നെ, അവരുടെ വീടും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ഒരു കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുന്നത്, ഒരു സേവനമാണ്. അവർ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഈ പറയുന്ന പോലെ ആ ഒരു മനസ്സിന് വിഷമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിഷമങ്ങളുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ് കന്യാസ്ത്രീമാർ. അതായത് വടിയോ പത്തലോ തോക്കോ ഒന്നുമല്ല അവരുടെ ആയുധം. അവർ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ രണ്ട് കൈകളും കാണും. ഇരു കൈകളും നീട്ടിയാണ് ആരാലും വെറുക്കപ്പെട്ട ആൾക്കാരെ അവർ കൈനീട്ടി സ്വീകരിച്ച് ചിലപ്പം അവരെ ഈ നേർവഴിക്ക് നടത്തുകയും അല്ലെങ്കിൽ അങ്ങനെ വേലാതെ കിടക്കുന്ന ആൾക്കാർക്ക് ശുശ്രൂഷ നൽകുകയും ഒരുപാട്, അത് ഇന്ന മതസ്ഥരെന്നൊന്നുമില്ല, നാനാജാതി മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീമാരുണ്ട്. അങ്ങനെ സിസ്റ്റേഴ്സ് കേരളത്തിന് വെളിയിൽ പോയി ഇതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം, അവരൊക്കെ അവിടെ ചെയ്യുന്ന സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കത്തോലിക്ക സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളിൽ ആണെങ്കിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകും. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സേവനം ചെയ്യുകയും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ പറയുന്ന നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സിസ്റ്റേഴ്സ് പോയിട്ട് അവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട സേവനം ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു സമൂഹമാണ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പറയാം, വലിയ ഒരു മരുഭൂമിയിൽ വെള്ളം പോലും കിട്ടാതെ കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ ആൾക്കാർക്ക് എന്ത് ആശ്വാസമായിരിക്കും. അങ്ങനെയാണ് സിസ്റ്റേഴ്സൊക്കെ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത്. അപ്പോൾ അങ്ങനെ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീമാർ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മനുഷ്യക്കടത്തായിട്ടും മതപരിവർത്തനമായിട്ടും കാണുന്ന ബജ്രംഗ് ദാൾ പോലെയുള്ള ആ ഒരു പ്രവർത്തകരുടെ ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഭീതി ഉളവാക്കുന്നതാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു ജാതിയുടെ പേരിലൊക്കെയാണ് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമാണ് സിസ്റ്റേഴ്സിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ ബജ്രംഗ് ദാൾ പ്രവർത്തകർ ഇടപെട്ട് ഇപ്പോൾ സിസ്റ്റേഴ്സിന് ജാമ്യം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊട്ടാകെയുള്ള ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ KCBC കത്തോലിക്ക വൈദികരും സിസ്റ്റേഴ്സും ഒരുപാട് വക്കീലന്മാരും ഒത്തിരി നിയമപരമായ രീതിയിൽ ഇവരെ എങ്ങനെയും ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള രീതി പോലും മനസ്സിലാക്കിയിട്ട് പോലും ഇവരെ ജാമ്യം കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീതി ഉളവാക്കുന്നതാണ് അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നതാണ്. നമുക്കറിയാം, പുറമെയുള്ള അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പുരോഹിതന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരുപാട് വേട്ടയാടലുകൾ
അനുഭവപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ കയ്യിൽ ആയുധങ്ങളോ ഒന്നുമില്ല, ആരെ തല്ലാനോ അടിക്കാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ തോക്കോ പത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഓരോ സേവനത്തിലും സന്തുഷ്ടരാകുന്ന ഒരുപാട് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെ ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല, അവർ മനുഷ്യന്മാരെയാണ് കാണുന്നത്. മനുഷ്യന്മാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം പള്ളികൾ തകർക്കുന്നു, പുരോഹിതരെ തല്ലുന്നു, കന്യാസ്ത്രീമാരെ തല്ലുന്നു, അവരെ ദേഹോപദ്രവം ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ ജാതി വെറി എന്നാണ് പറയേണ്ടത്. കാരണം ജാതിയുടെ പേരിലാണ് ഈ പറയുന്ന ഉപദ്രവങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നത്. എത്ര തല്ലിയെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ തന്നെ നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മിഷണറിമാരാണ്. അവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ പറയുന്ന പ്രവർത്തകരും ഒക്കെ ഇട്ട് എന്താ പറയുക, ബജറംഗ് ദൾ പ്രവർത്തകർ വളരെയേറെ ഇവരെ കഷ്ടപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ സിസ്റ്റേഴ്സ് ഇതുപോലെ പാവം പ്രായമായ രണ്ട് സിസ്റ്റേഴ്സ് അവർ ഒരുപാട് സേവനം ചെയ്ത് പ്രാർത്ഥനയും അതുപോലെ തന്നെ സേവനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സിസ്റ്റേഴ്സിനെ ഇതുപോലെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം കാണുന്നുണ്ട്. എന്തായാലും അവർക്ക് നീതി ലഭിക്കുമെന്ന് ഉള്ള വിശ്വാസത്തിൽ ഞാനും എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരും ഇരിക്കുന്നു. ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു മനസ്സ് വിഷമിക്കാതെ അവർ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ മനസാന്നിധ്യം കൈവിടാതെ അവർ മുന്നോട്ടേക്ക് വരാനും നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരുടെ അവർ വെളിയിലേക്ക് വരുന്നവരെ അവരൊന്ന് പല രീതിയിലും നമുക്കൊരു സപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സപ്പോർട്ടും പ്രാർത്ഥനയെല്ലാം വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. നമുക്ക് ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനുമല്ല, അവർ സേവനം ചെയ്യുകയാണ്. സേവനം ചെയ്യട്ടെ, ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട്. ഗുണം ഉണ്ടാകട്ടെ.